നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഇനി മത്സരിക്കാനില്ല എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട 15 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് പോലും തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇനി മത്സരിക്കാൻ ഇല്ല എന്ന പ്രഖ്യാപനം എന്നാണ് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. പോരാട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. 5 വർഷം കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ തന്നെ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേസമയം തിരുവനന്തപുരം വികസനത്തിനായുള്ള വിഷൻ ഡോക്യുമെന്റ് പുറത്തിറക്കുന്നതിന്റെ തിരക്കിലാണ് NDA ക്യാമ്പ്. സമഗ്ര മേഖലകളിലുമുള്ള വികസനങ്ങൾ, തീരദേശത്തിനായുള്ള പ്രത്യേക പദ്ധതി, വീട്, കുടിവെള്ള ലഭ്യത, IT വികസനം, വിനോദസഞ്ചാര മേഖലയിലെ തലസ്ഥാനത്തിന്റെ സാധ്യതകളൊക്കെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഒരുങ്ങുന്നത്. തലസ്ഥാന നഗരം എന്ന നിലയിൽ തിരുവനന്തപുരത്തിന് എടുത്തു പറയാനുള്ള നേട്ടങ്ങൾ സംഭാവന ചെയ്യുന്നതിൽ മാറി മാറി വരുന്ന പാർലമെന്റ് അംഗങ്ങൾ ആകെ പരാജയമായിരുന്നു എന്ന ജനങ്ങളുടെ തിരിച്ചറിവാണ് രാജീവ് ചന്ദ്രശേഖറിന് ഇപ്പോൾ തുണയായി മാറുന്നത്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രാജീവ് ചന്ദ്രശേഖറിനെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ല. മികച്ച റോഡുകളില്ല, വ്യവസായമില്ല, പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും നൽകാൻ കടമെടുക്കുന്നു, സാമ്പത്തിക സ്ഥിതി തകർച്ചയിൽ എന്നിങ്ങനെ തീരാക്കയത്തിൽ കിടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ തിരുവനന്തപുരം വന്നിട്ടേയില്ല. ആരെ ആകണം ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കേണ്ടതെന്നത് ആദ്യമായി തിരുവനന്തപുരം ചിന്തിച്ചു തുടങ്ങിയ നാളുകളാണ് ഇപ്പോൾ. ഇത് മനസ്സിലാക്കിയ ഇടതു വലതുപക്ഷങ്ങളാണ് വിവിധ പരാതികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. കഴമ്പില്ലാത്ത ഈ പരാതികൾ മേൽ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ സവിശേഷത, ലക്ഷ്യങ്ങൾ തിരുവനന്തപുരത്തിന് കൂടി ലഭ്യമാക്കാനുള്ള അവസരമാണ് രാജീവ് ചന്ദ്രശേഖർ സ്വപ്നം കാണുന്നത്. MP മഹാനോ എന്നതല്ല കാര്യം, ജനങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാനുള്ള കഴിവും മനസ്സുമാണ് വേണ്ടത്. മറ്റു സംസ്ഥാനങ്ങൾ വളരെയേറെ മുന്നോട്ടു പോകുമ്പോൾ കേരളവും തലസ്ഥാനമായ തിരുവനന്തപുരവും വികസനത്തിന്റെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഏറെ പിന്നിലാണ്. അടച്ചുറപ്പുള്ള വീടും കുടിവെള്ളവും ഉറപ്പാക്കലും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കലാണ് പ്രഥമ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചു കഴിഞ്ഞു. ചെയ്ത കാര്യങ്ങളൊന്നും എടുത്തുകാട്ടാൻ ഇല്ലാത്തതും മറച്ചു പിടിക്കാനാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വികസനത്തിനെയും പുരോഗതിയെയും കുറിച്ച് പ്രതിപക്ഷം പറയാൻ പൗരത്വ ഭേദഗതി, ബീഫ് തുടങ്ങിയ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നത്. ജനശ്രദ്ധ തിരിച്ചുവിടലാണ് കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ശ്രമം. മികച്ച തൊഴിൽ അവസരങ്ങൾ ഒരുക്കി സംസ്ഥാനമൊട്ടാകെയുള്ള മലയാളികളെ തിരുവനന്തപുരത്തേക്ക് ആകർഷിക്കുക, മികച്ച തൊഴിൽ സംരംഭങ്ങൾ പടുത്തുയർത്തുക എന്നിങ്ങനെ വിശാലമായ ലക്ഷ്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിലുള്ളത്. ഇതിനുള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും. ഇക്കാര്യം ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അലയൊലികൾ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ ഉടനീളം കാണുന്നുമുണ്ട്. അതെ, തിരുവനന്തപുരം ഉറപ്പിച്ചു കഴിഞ്ഞു, ഇക്കുറി താമര തന്നെ വിടരട്ടെ എന്ന്.